ഹായ് മക്കളെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ക്യാപ്സ്യൂൾ സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് +1 ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും കൂടുതൽ വെയിറ്റേജും അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. അതാണ് ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്കിത് 2 ക്ലാസ്സിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ടീച്ചർ ആകെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ 10 ക്വസ്റ്റ്യനും ആൻസറും അതിന്റെ ടോപ്പിക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കണ്ട് ആ ക്വസ്റ്റ്യനും ആൻസറും അതിൽ നിന്ന് വരുന്ന ടോപ്പിക്സും എല്ലാം എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് സമയം കളയാനില്ല അല്ലെ, കുറച്ച് നേരത്തിനുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്കറിയാം അനിമൽ കിങ്ഡം ആണ്, ഒരുപാട് നല്ല നല്ല കുറെ ഡയഗ്രാംസ് ഒക്കെ കാണാൻ പറ്റൂലേ. അപ്പൊ ഈ ഡയഗ്രാംസ് എല്ലാം നമുക്ക് വെറുതെ കണ്ട് ആസ്വദിക്കാൻ മാത്രമല്ല ഉള്ളതല്ല, നമുക്ക് പഠിക്കാനും കൂടെ ഉള്ളതാണ്. അവിടെ നിന്ന് ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ഡയഗ്രാം റെപ്രസെന്റ് സ്യൂഡോസീലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഡയഗ്രാം ആണ് ഇതിൽ സ്യൂഡോസീലം ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സീലോ, എന്താണ് ഈ സ്യൂഡോസീലോ, ഇതൊക്കെ അറിയേണ്ടതാണ് അല്ലെ. അതറിഞ്ഞാലല്ലേ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ആ ടോപ്പിക് എന്ന് നോക്കാം. എന്താണ് സീലോം എന്ന് പറഞ്ഞാൽ the body cavity which is lined by mesoderm. അതായത് മീസോഡേമിന്റെ ലൈനിങ് ഉള്ള ബോഡി ക്യാവിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, സീലോം എന്ന് പറയുന്നത്. അതില് അനിമൽസ് പ്രോസസിങ് സീലോ ആർ കോൾഡ് സീലോമീറ്റ്സ്. അപ്പൊ അങ്ങനെ ബോഡി ക്യാവിറ്റി മീസോഡേം വെച്ച് ലൈൻ ചെയ്തിട്ടുള്ള ബോഡി ക്യാവിറ്റി ഉള്ളവരെ, സീലോം ഉള്ളവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സീലോമേറ്റ് എന്ന് വിളിക്കാം. ആ സീലോമേറ്റ് എക്സാമ്പിൾസ് ആണ് അനിലിയുടെ തൊട്ട് കോണ്ടാക്ട് വരെ ഉള്ളവരെല്ലാരും എന്താണ്, ഈ സീലോമേറ്റ്സ് ആണ്. അത് അവർക്ക് ഒരു സീലോം ഉണ്ട്, മീസോഡേമിന്റെ ലൈനിങ് ഉള്ള സീലോം ഉണ്ട്. ഓക്കെ, അടുത്തതാണ് സ്യൂഡോസീലോം. സ്യൂഡോസീലോം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്യാവിറ്റി ഉണ്ട്, പക്ഷേ അത് മീസോഡേം വെച്ച് ലൈൻ ചെയ്തിട്ടില്ല. മീസോഡേമിന്റെ ലൈനിങ് ഉണ്ടാവില്ല. പകരം മീസോഡേം എങ്ങനെയാ, സ്കാറ്റേർഡ് പൗച്ചസ്. ഈ പിക്ചറിൽ നോക്കി, ഈ പിക്ചറിൽ നോക്കിയ കണ്ടാ, അതായത് മീസോഡേം എന്ത് ചെയ്യണം, ഒരു പൗച്ച് പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ശരിക്കുള്ള സീലോം എന്ന് പറയാൻ പറ്റില്ല. സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നാണ് അർത്ഥം. അപ്പൊ ഫാൾസ് സീലോം ആണ്. ശരിക്കുള്ള സീലോം ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, മീസോഡേമിന്റെ ലൈനിങ് വേണം. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എന്തെന്ന് വിളിക്കാം, സ്യൂഡോസീലോം എന്ന് പറയാൻ പറ്റും. അതായത് മീസോഡേം പൗച്ച് പോലെയാണ് അവിടെ കിടക്കുന്നത്, അതുകൊണ്ട് അത് എന്താണ്, സ്യൂഡോസീലോം ആണ്. അതായത് ഫാൾസ് സീലോം ആണ്. അതിന് എക്സാമ്പിൾ ആണ് അഷൽമിന്തസുകാര്. ഏത് ഫൈലമാണ്? അഷൽമിന്തസ്. അതിലാകെ അഷൽമിന്തസ് മാത്രമേ എന്തുള്ളൂ, സ്യൂഡോസീലോം ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി ഒരാളും അതിൽ വരുന്നില്ല കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പെട്ടെന്ന് പഠിക്കാനും പറ്റും. വേറെ ഒരു ഫൈലം എന്തില്ല, സ്യൂഡോസീലോം ഇല്ല, അഷൽമിന്തസ് മാത്രമേ ഉള്ളൂ. അടുത്ത നോക്കിയേ, അസീലോമേറ്റ്. സീലോമിന്റെ കൂടെ ചേർത്താൽ എന്താ, അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ലാത്തവർ. അതായത് അങ്ങനെ ഒരു ക്യാവിറ്റിയേ ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അസീലോമേറ്റ്. അതാരൊക്കെയായിരിക്കാം, പോരിഫറ തൊട്ട് പ്ലാറ്റിഹെൽമിന്തസ് വരെ ഉള്ളവരെന്തായിരിക്കും, അവര് അസീലോമേറ്റുകളാണ്. അപ്പൊ എന്താണ് സീലോം, എത്ര ടൈപ്പ് ഉണ്ടെന്നൊക്കെ മനസ്സിലായില്ലേ? പിന്നെ ഉത്തരം പറയാമല്ലോ നിങ്ങൾക്ക് അല്ലെ. എന്താണ്, വിച്ച് ഡയഗ്രാം റെപ്രസെന്റ് സ്യൂഡോസീലോം, ഏതാണ് ഇത് നോക്കിയിട്ട് മനസ്സിലായല്ലേ, ബി ആണ് അല്ലെ. അടുത്തത് നെയിം വൺ ഫൈലം ഹാവിംഗ് സ്യൂഡോസീലോമിക് കണ്ടീഷൻ. ഏത് ഫൈലത്തിന് മാത്രമാണ് സ്യൂഡോസീലോമിക് കണ്ടീഷൻ ഉള്ളതെന്ന് ടീച്ചർ പറഞ്ഞത്? അതേതാണ്, അഷൽമിന്തസിനാണ്. ആർക്കാണ്? അഷൽമിന്തസ്. Give one example for അസീലോമിക് അനിമൽസ്. അസീലോമിക് അനിമൽസിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏത് പറയാം? നമുക്ക് ഈ പോറിഫറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ഇതിലേതിലത്തെ അനിമൽസിനെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. നോക്കിയ പോറിഫറയിൽ ഏത് അനിമൽ വരും? സ്പോഞ്ചസ് വരുന്നുണ്ട് അല്ലെ. അതേപോലെ നിഡേറിയയിൽ ആരൊക്കെ വരുന്നുണ്ട്? ഹൈഡ്ര വരുന്നുണ്ട്. പിന്നെ ടീനോഫോറയിൽ വരുന്നത് ആരൊക്കെ ആയിരിക്കും? ടീനോപ്ലാന, ഇതൊക്കെ അതിൽ വരുന്നതാണ് അല്ലെ. പ്ലാറ്റിഹെൽമിന്തസിലാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ടേപ്പ് വേം, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ ഏത് ഫൈലത്തിലത്തെ എക്സാമ്പിൾസ് നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ഏത് ഈ ഫൈലം വേണമെങ്കിലും എഴുതാം അസീലോമിക് എന്ന് പറയും കേട്ടോ. അടുത്തത് അഷൽമിന്തസ്. നമുക്ക് അഷൽമിന്തസ് ടോപ്പിക് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അഷൽമിന്തസിന്റെ ഫൈലം പഠിച്ചിട്ട് പോവാം കേട്ടോ. എന്താണ് അഷൽമിന്തസിന്റെ പ്രത്യേകത നോക്കിയാൽ, അവരുടെ ഫീച്ചേഴ്സ് നോക്കിയേ. അവരുടെ ബോഡി സർക്കുലാർ ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്, റൗണ്ട് വേംസ്. അതായത് ഒരു ക്രോസ് സെക്ഷൻ അവരിങ്ങനെ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രോസ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ വട്ടത്തിലിരിക്കും. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നത്, റൗണ്ട് വേംസ് എന്ന് പേര് വന്നത്. റൗണ്ട് വേംസ് എന്നാണ് കോമൺ നെയിം. അവരെവിടെയൊക്കെയാണ് ഹാബിറ്ററ്റ് ചോദിച്ചാൽ ഫ്രീ ലിവിംഗ് ആണ്. പിന്നെ അക്വാട്ടിക്കിൽ കാണാൻ പറ്റും, ടെറസ്ട്രിയൽ. ചിലവരൊക്കെ എന്തായിരിക്കും, പാരസൈറ്റിക് ഫോം ആണ് അല്ലെ. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരെ അല്ലെ, ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മൾ പാരസൈറ്റിക് എന്ന് പറയുന്നത്.
നോക്കിയേ, അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? ഓർഗൻ സിസ്റ്റം ആണ്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പലതരത്തിലുണ്ട് അല്ലെ. ചിലവർക്കാണെങ്കിൽ സെല്ലുകൾ മാത്രം, അപ്പൊ സെല്ലുലാർ എന്ന് പറയും നമ്മള്. ചിലവർക്ക് സെല്ലുകൾ കൂടി ടിഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടാവും, ചിലവർക്ക് ടിഷ്യൂ കൂടിയിട്ട് ഓർഗൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും, ചിലർക്ക് ഓർഗനുകൾ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ആയിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ അഷൽമിന്തസിന്റെ ഏത് ലെവലാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? അത് ഓർഗൻ സിസ്റ്റം ലെവലിലേക്ക് വളർന്നിട്ടുണ്ട് ഇല്ലേ. പിന്നെന്താണ്? ബൈലാറ്ററൽ സിമെട്രിക്കലാണ്. അതായത് സിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സെൻട്രൽ ആക്സിസിന്റെ രണ്ട് ഭാഗത്തേക്കും തുല്യമായിട്ട് ബോഡി പാർട്സ് ഈക്വൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ സിമെട്രി എന്ന് പറയുന്നത്. അങ്ങനെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻട്രൽ ആക്സിസിൽ കൂടെ, അതായത് ഒരൊറ്റ പ്ലെയിനിൽ കൂടെ ആ ജീവനെ മുറിച്ചാല് രണ്ട് തുല്യമായിട്ടുള്ള ഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ബൈലാറ്ററൽ സിമെട്രി. അതായത് ഇപ്പൊ നമ്മളെ എടുക്കാം, മനുഷ്യന്മാർ എടുക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്ലെയിനിൽ കൂടി ഇങ്ങനെ മാത്രം മുറിച്ചാൽ മാത്രമേ എന്നെ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ അല്ലെ. അല്ലാതെ നടുക്ക് കൂടെ മുറിച്ചാൽ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുമോ? ഇല്ല. അപ്പൊ ഒറ്റ പ്ലെയിനിൽ കൂടെ മാത്രം മുറിച്ചാൽ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ അത് ബൈലാറ്ററൽ എന്ന് പറയും. ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ചാലും ഇപ്പൊ നോക്കിയാൽ ഒരു കേക്ക് ഒക്കെ എടുക്കണം നമ്മളല്ലേ, ഇതാണ് സെൻട്രൽ ആക്സിസ്, അതിന്റെ ആ പ്ലെയിനിൽ കൂടെ ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ചാലും എന്ത് ചെയ്യും? രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടും. അങ്ങനെയുള്ളത് റേഡിയൽ സിമെട്രി. ഇനി എങ്ങനെ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടാത്തൊരു അസിമെട്രി എന്ന് പറയും. അപ്പൊ അഷൽമിന്തസ് എന്താണ്? ബൈലാറ്ററൽ സിമെട്രി ആണ് അല്ലെ. ഒരു പ്ലെയിനിൽ കൂടെ മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അടുത്ത ട്രിപ്ലോബ്ലാസ്റ്റിക്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജേം ലെയേഴ്സ് 3 ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും പുറത്തത് എക്ടോഡേം, അകത്തത് എൻഡോഡേം, നടുക്കുള്ളത് എന്താണ്? മീസോഡേം. അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. പുറത്തുള്ള എക്ടോഡേമും അകത്തുള്ള എൻഡോഡേമും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക്. മീസോഡേം ഇല്ല, മീസോഡേമിന് വരാം മീസോഗ്ലിയ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ആണ് അവിടെ ഉള്ളതെങ്കിൽ അതെന്താണ്? അത് ഡിപ്ലോബ്ലാസ്റ്റിക്. അപ്പൊ ഇവരെന്താണ്? ഇവിടെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതേപോലെ സ്യൂഡോസീലോമേറ്റ് അനിമലാണ്. അടുത്തത് അവിടുത്തെ അലിമെന്ററി കനാൽ എന്താണ്? കംപ്ലീറ്റ് ആണ്. അലിമെന്ററി കനാൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഓപ്പണിംഗ് ഉണ്ടാവും, ഒരു മൗത്തും ഉണ്ടാവും, ഒരു ആനസും ഉണ്ടാവും. പിന്നെ വെൽ ഡെവലപ്ഡ് മസ്കുലാർ ഫാരിൻസ് അവർക്കുണ്ട്. പിന്നെ പ്രോട്ടോനെഫ്രീഡിയ. എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയണം. അതേപോലെ സെക്സസ് സെപ്പറേറ്റ് ആണ്, അതായത് ആണും പെണ്ണും വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നത്, അതിനെയാണ് ഡയേഷ്യസ് എന്ന് പറയുന്നത്. ഇനി ഫീമെയിൽസ് എന്താണ്? ഫീമെയിൽസിന് മെയിൽസിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഫീമെയിൽസ് എന്താണ്? മെയിൽസിനേക്കാൾ നീളം കൂടിയവരായിരിക്കും. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്താണ്? ഇന്റേണൽ. ഇന്റേണൽ എന്ന് പറഞ്ഞാല് ശരീരത്തിനുള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ ഇന്റേണൽ. പുറത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ശരീരത്തിന് പുറത്താണെങ്കിൽ അത് എക്സ്റ്റേണൽ. അപ്പൊ ഇവിടെ ഫെർട്ടിലൈസേഷൻ എന്താണ്? ഇന്റേണൽ ആണ്. അതേപോലെ ഡെവലപ്മെന്റ് എന്താണ്? ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യങ് വൺസ് റിസംബിൾസ് ദി അഡൽട്ട്. കണ്ടാൽ എന്താണ്? അഡൽറ്റിനെ പോലെ തന്നെ. അപ്പൊ ഇവർക്ക് എന്താണ്? ചിലവർക്ക് ഡയറക്റ്റ് ആയിരിക്കും, ചിലവർക്ക് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ആയിരിക്കും. അതായത് അഷൽമിന്തസിൽ ചില ജീവികൾ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവും, ചിലവർക്ക് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഡയറക്റ്റ് ഡെവലപ്മെന്റ് നമ്മളൊക്കെ എന്താണ്? ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് നമ്മുടെ കുട്ടി എന്താണ്? നമ്മുടെ അഡൽറ്റിനെ പോലെ തന്നെയല്ല, മനുഷ്യരൂപത്തിൽ തന്നെയാണ് കാണുന്നത് അല്ലെ. ഇപ്പൊ ഇൻഡയറക്റ്റിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ തവള അല്ലെ, തവളക്കൊക്കെ എങ്ങനെയാണ്? തവളയ്ക്ക് ആദ്യം കുഞ്ഞുണ്ടാവുമ്പോൾ തവളനെ പോലെ തന്നെയാണ് രൂപത്തിലാണ് ഇരിക്കുന്നത് അല്ല. അതിൽ അവരെല്ലാം അറിവ് എങ്ങനെയാണ്? നമ്മൾ ടാഡ്പോൾ, ഒരു മീനിന്റെ പോലെ തോന്നൂല നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ. അതേപോലെയാണ്. അത് പിന്നെ വളർന്നിട്ടാണ് പിന്നെ എന്തായി മാറുന്നത്? തവള രൂപത്തിലേക്ക് വരുന്നത്. അങ്ങനെ അതായത് അഡൽറ്റിന്റെ രൂപം അല്ലാത്ത ഒരു ലാർവൽ സ്റ്റേജ് ഉള്ള ഡെവലപ്മെന്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് അസ്കാരിസ്, റൗണ്ട് വേം, പിന്നെ അതേപോലെ വ്യൂച്ചറേറിയ, ഫിലേരിയൽ വേം, ആൻസൈലോസ്റ്റോമ, ഹുക്ക് വേം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ ബ്രാക്കറ്റിലുള്ള പേരുകളൊക്കെ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ അതാണ് എന്തെന്ന് പറയാൻ അഷൽമിന്തസ്. അപ്പൊ ആ ഒരു ഫൈലം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നേരത്തെ നോക്കിയത് എക്സാമ്പിൾസ് നോക്കിയേ. ഹുക്ക് വേം, അസ്കാരിസ് നോക്കിയ മെയിലും ഫീമെയിലും കേട്ടാ. ഫീമെയിലാണ് ഏറ്റവും കൂടുതൽ നീളം കേട്ടാ, പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ സിമെട്രി. ഇതേ പിക്ചർ തന്നിട്ടുണ്ട്, സിമെട്രി തിരിച്ചറിയാൻ. അപ്പൊ സിമെട്രി എന്താന്ന് പറഞ്ഞതാണ് അല്ലെ. എന്താണ്? ദ അറേഞ്ച്മെന്റ് ഓഫ് ബോഡി പാർട്സ് അറൌണ്ട് ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി. ഒരു സെൻട്രൽ ആക്സിസിന് ചുറ്റും തുല്യമായിട്ട് ബോഡി പാർട്സ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും നമ്മള്? സിമെട്രി എന്ന് പറയാം. അതായത് അസിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കനോട്ട് ഡിവൈഡ് ഇൻ ടു ഈക്വൽസ്. എങ്ങനെ മുറിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു രണ്ട് ഈക്വൽ ഹാഫ്സ്. എങ്ങനെ മുറിച്ചാലും നമുക്ക് തുല്യമായിട്ടുള്ള രണ്ട് പാർട്സ് കിട്ടില്ല. അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുന്നത്? അസിമെട്രി എന്ന് പറയുന്നത്. അത് ആരായിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്? അത് സ്പോഞ്ചസ് ആണ്. സ്പോഞ്ചസ് എപ്പോഴും എന്താണ്? അസിമെട്രി ആണ്. അടുത്ത നോക്കിയേ, റേഡിയൽ സിമെട്രി. നേരത്തെ പറഞ്ഞാണ് അല്ലെ, എങ്ങനെ മുറിച്ചാലും ഏത് പ്ലെയിൻ, അതായത് സെൻട്രൽ ആക്സിസിലൂടെ കടന്നു പോകുന്ന ഏത് പ്ലെയിനിൽ മുറിച്ചാലും രണ്ട് ഈക്വൽ ഹാഫ് കിട്ടുകയാണെങ്കിൽ അതെന്താണ്? റേഡിയൽ സിമെട്രി ആണ്. അത് കാണിക്കുന്ന ആളുകളാണ് സീലിൻഡ്രേറ്റ, ടീനോഫേറ, എക്കിനോഡെർമ്സ്. എക്കിനോഡെർമേറ്റയുടെ ഒരു പ്രത്യേകത, എക്കിനോഡെർമ്സിന് അഡൽറ്റിൽ മാത്രമേ എന്ത് കാണിക്കുന്നുള്ളൂ? റേഡിയൽ സിമെട്രി. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
എക്കിനോഡേംസിന്റെ കാര്യത്തിൽ, എക്കിനോഡെർമേറ്റിന്റെ കാര്യത്തില് അഡൽറ്റ് മാത്രമേ എന്ത് കാണിക്കുന്നുള്ളൂ? റേഡിയൽ സിമെട്രി കാണിക്കുള്ളൂ. ലാർവെ ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം കേട്ടാ. ഓക്കെ, പിന്നെ അടുത്തതാണ് ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരൊറ്റ പ്ലെയിനിൽ കൂടെ മുറിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലെഫ്റ്റ് റൈറ്റ് ഹാഫ്സ് കിട്ടുള്ളൂ, ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് അനലിഡ, ആർത്രോപോഡ, വെർട്ടിബ്രേറ്റ്സ്. നമ്മളൊക്കെ വെർട്ടിബ്രേറ്റ്സിൽ വരും. അപ്പൊ നമ്മൾക്കൊക്കെ എന്താണ്? ബൈലാറ്ററൽ സിമെട്രി. ഇതാണ് സിമെട്രി എന്ന് പറയുന്ന ടോപ്പിക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യം നോക്കാം. നോക്കിയേ, സിമെട്രി ഏതാണ്? സിമെട്രി നോക്കാം. സിമെട്രി ഏതാ നോക്കിയേ? റേഡിയൽ സിമെട്രി ആണ് അല്ലെ. കുറെ ഹാഫ്സ് അല്ലെ, പ്ലെയിനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിച്ചാൽ തുല്യ ഹാഫ്സ് കിട്ടുന്നതാണെങ്കിൽ അതെന്താണ്? റേഡിയൽ സിമെട്രി ആണ്. നോക്കിയേ, സ്റ്റേറ്റ് എനി ടു ഫൈലം ഇൻ വിച്ച് ദിസ് കണ്ടീഷൻ ക്യാൻ ബി സീൻ. രണ്ട് ഫൈലം, അതായത് റേഡിയൽ സിമെട്രി കാണിക്കപ്പെടുന്ന രണ്ട് ഫൈലം. നോക്കിയേ, റേഡിയൽ സിമെട്രി കാണിക്കുന്നത് ഏതൊക്കെയാണ്? സീലിൻഡ്രേറ്റ, നിഡേറിയ, അതേപോലെ തന്നെ ടീനോഫോറ, എക്കിനോഡെർമാറ്റ. ഞാൻ പറഞ്ഞില്ലേ അഡൽറ്റ്. എക്കിനോഡെർമാറ്റില് അഡൽറ്റ് മാത്രമേ എന്ത് കാണിക്കുന്നുള്ളൂ? റേഡിയൽ സിമെട്രി കാണിക്കുന്നുള്ളൂ. ബാക്കി എക്കിനോഡെർമേറ്റില് ബൈലാറ്ററൽ സിമെട്രി ആണ് ആര് കാണിക്കുന്നത്? ലാർവയെ കാണിക്കുന്നത്. അപ്പൊ ഇത് റേഡിയൽ സിമെട്രിക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ ഈ പറഞ്ഞ ഫൈലംസ് എഴുതാൻ പറ്റൂടാ. അടുത്ത ചോദ്യം നോക്കിയടാ. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് ഐഡന്റിഫൈ ദ ബോഡി ഫോംസ് എ ആൻഡ് ബി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. നമ്മൾ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും വരും, ചോദിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടാ. അപ്പൊ എന്തായാലും നല്ല വൃത്തിക്ക് വേണം പഠിക്കാനായിട്ട്. അപ്പൊ നോക്കിയാൽ രണ്ട് ബോഡി ഫോംസ് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടത്. രണ്ട് ബോഡി ഫോംസ് തന്നിട്ടുണ്ട്. ഏതാണെന്നാണ് ചോദിക്കുന്നത്? ആ പടം കണ്ടാൽ മനസ്സിലായിരിക്കണം അല്ലെ. എ എന്താണ്? എ മെഡുസയും ബി എന്താണ്? പോളിപ്പും. അപ്പൊ എന്താണ് മെഡുസ, എന്താണ് പോളിപ്പ് എന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഫൈലം പഠിക്കണം നമ്മൾ അല്ലെ. ആ ഫൈലത്തിന്റെ പേരാണ് സീലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്ന് പറഞ്ഞ രണ്ട് പേരും പഠിച്ചു വെക്കണം. സീലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്നാണ് ആ ഫൈലത്തിന്റെ പേര്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ അക്വാട്ടിക് ആണ്. ചിലരെന്താണ്? മെറൈൻ ആണ്. സെസൈല്, ഫ്രീ സ്വിമ്മിങ്. സെസൈൽ എന്ന് പറയുമ്പോൾ ഒരിടത്ത് നിന്ന് വളരുന്നവര്. ഫ്രീ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ഒഴുകി നടക്കുന്നവരായിരിക്കും. ഇനി നോക്കിയേ, അവരെ റേഡിയൽ സിമെട്രി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെന്താണ്? ഡിപ്ലോബ്ലാസ്റ്റിക്. അവർക്ക് രണ്ട് ജേം ലേയേഴ്സേ ഉള്ളൂ. എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും ഇല്ല. പിന്നെ ടിഷ്യൂ ലെവലാണ് അവരുടെ ഓർഗനൈസേഷൻ, ടിഷ്യൂ വരെ എത്തിയിട്ടുള്ളൂ. പിന്നെ അവരുടെ സാലിയൻ ഫീച്ചേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ടിക്കുന്ന സാധനങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. എന്താണ്? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറയും. പ്രസന്റ് ഓൺ ടെന്റക്കിൾസ്, അതായത് അവരുടെ ശരീരത്തിലും ടെന്റക്കിൾസിലും കാണപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സെല്ലാണ് എന്തെന്ന് പറഞ്ഞാല് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ എന്തുണ്ട് ഇതില്? ദേ കണ്ടെയ്ൻ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ആൻഡ് നെമറ്റോസിസ്റ്റ്. നോക്കിയേ, ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും കേട്ടാ. നെമറ്റോസിസ്റ്റും ഒരു സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂളും ഉണ്ട് കേട്ടാ. ആ ത്രെഡും, അതായത് അതിനെ അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിങ് ചെയ്യാൻ, കുത്തിപ്പിടിക്കാനായിട്ടൊക്കെ ഉള്ള സ്ട്രക്ചർ ഉണ്ട്. ഇനി അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചാല് നിഡോബ്ലാസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ആൻകറേജ്, അറ്റാച്ച് ചെയ്ത് പിടിക്കാനായിട്ട്. ഡിഫൻസ്, ഏതെങ്കിലും ജീവി അതിനെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കണ്ടേ. അപ്പൊ ഡിഫൻസിന്. അതേപോലെ ക്യാപ്ചർ ഓഫ് പ്രേ, അതായത് ഭക്ഷണം. ഇവിടുത്തെ പ്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം. ഇര എന്നൊക്കെ പറയും. ഇര പിടിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതാണ് നിഡോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നത് എന്താ? നമ്മളോട് ബോഡി ഫോംസ് ആണ് ചോദിച്ചിരുന്നത് അല്ലെ. പോളിപ്പും മെഡൂസ. ഇവരെ നിഡേറിയക്കാരെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് രണ്ട് ടൈപ്പ് ബോഡി ഫോംസ് ഉണ്ട് അവർക്ക്. അതായത് ഒന്ന് പോളിപ്പും ഒന്ന് മെഡൂസയാണ്. പോളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിപ്പ് സസൈലാണ്, അതായത് ഓരോടത്ത് നിന്ന് വളരുന്നവര്. സിലിണ്ട്രിക്കൽ ബോഡിയാണ് അവരുടെ. അതേപോലെ അവര് അസെക്ഷലി മാത്രമേ റിപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മൗത്ത് അടങ്ങ മുകളിലേക്കാണ് തുറന്നിരിക്കുന്നത്. നോക്കിയേ കണ്ടാ, ഇവരുടെ അഡാംസിയ. ഇതിന് എക്സാമ്പിൾ, പോളിപ്പിന് എക്സാമ്പിൾ ആണ് അഡാംസിയ. കണ്ടാ, നോക്കിയേ ഇവരെ മൗത്ത് എന്താണ്? മുകളിലേക്ക് അപ്വേർഡ്സ് ആണ്. അതാണ് പോളിപ്പ്. മെഡൂസ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡൂസ ഫ്രീ സ്വിമ്മിങ് ആണ്. മെഡൂസ ഇങ്ങനെ ഒഴുകി നടക്കും. അതേപോലെ അംബ്രല്ല ഷേപ്ഡ് ആണ്. കണ്ട, അംബ്രല്ല ഷേപ്ഡ് ആണ് മെഡൂസ എന്ന് പറയുന്നത്. അവര് സെക്ഷലി മാത്രമേ റിപ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അതേപോലെ മൗത്ത് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡൗൺവേർഡ്സ് ആയിരിക്കും. അതാണ് മെഡൂസയുടെ പ്രത്യേകത. അതിന് എക്സാമ്പിളും പഠിച്ചു വെക്കണം. പോളിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്ര ഡാംസിയൊക്കെ ഇപ്പൊ ഏത് ഫോമിലാണ് എപ്പോഴും ഉണ്ടാവുക? പോളിപ്പിന്റെ ഫോമിലും. അതേപോലെ തന്നെ നമ്മുടെ മെഡൂസ ആണെന്നുണ്ടെങ്കിൽ, മെഡൂസ മീൻസ് ഒറേലിയ എക്സാമ്പിൾ കേട്ടാ. ഒറേലിയ, ജെല്ലി ഫിഷ് ഒക്കെ ഏത് രൂപത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? മെഡൂസയുടെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് പോളിപ്പ് മെഡൂസ എന്ന് പറയുന്നത് കേട്ടാ. നോക്കിയേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതിന്റെ ഫോംസ് നമുക്ക് കിട്ടി. പിന്നെ എന്താണ്? ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ് ദം? രണ്ടും തമ്മിൽ ഡിഫറൻസ് എഴുതാനായിട്ട് പോളിപ്പ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ പോളിപ്പ് സെസൈലാണ്, സിലിണ്ടറിക്കലാണ്. പിന്നെ അസെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്യലും. മൗത്ത് എന്താണ്? അപ്പോർഡ്സ് ആണ്. എക്സാമ്പിളും പഠിച്ചു വെക്കുക. മെഡൂസയും അതിന്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക. പിന്നെ അടുത്തതാണ് വാട്ട് ഈസ് മെറ്റാജനസിസ്? എന്താണ് മെറ്റാജനസിസ്? മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ അത് നിഡേറിയക്കാർ മാത്രം കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എന്തെന്ന് പറഞ്ഞാല് മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ആൻസർ. മെറ്റാജനസിന്റെ ആൻസർ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അതായത് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും, ഓരോ തലമുറ കഴിയുമ്പോഴും അവർ ബോഡി ഫോം മാറും.
അവിടെ രൂപം മാറും. അങ്ങനെയുള്ള ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത് മെറ്റാജെനസിസ് എന്ന് പറയുന്നത്. അതായത് ആദ്യം നോക്കിയേ, ആദ്യം പോളിപ്പായിരിക്കും, ആദ്യത്തെ ജനറേഷനിലെ പോളിപ്പായിരിക്കും. ഈ പോളിപ്പ് അറിയാൻ നമുക്കറിയാം സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അറിയാം അല്ലെ. അവര് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്ത് എന്തായി മാറും, മെഡൂസ ആയിട്ട് മാറും. അടുത്ത ജനറേഷൻ എന്താണ്, മെഡൂസ എന്ന് പറഞ്ഞ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം മെഡൂസ എന്ത് ചെയ്യുന്നുണ്ട്, മെഡൂസ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മെഡൂസ സെക്ഷുവലി റിപ്രൊഡ്യൂസ് ചെയ്ത് ഏത് രൂപത്തേക്ക് ചെല്ലും, പോളിപ്പിലേക്ക്. ഇങ്ങനെ മാറി മാറി നടക്കണേനാണ് എന്ത് പറയുന്നത് നമ്മൾ മെറ്റാജെനസിസ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അത് കാണിക്കുന്നത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണത്, ഒബേലിയ. ആരാണ്, ഒബേലിയക്കാരാണ് അത് കാണിക്കുന്നത്. അപ്പൊ അത് കിട്ടി, ആൻസർ കിട്ടി. നോക്കിയേ, എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം കേട്ടാ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയണത്, നമ്മുടെ നിഡേറിയർ എക്സാമ്പിള് ഹൈഡ്ര, ഒബേലിയ, ഫൈസേലിയ. അതായത് ബ്രാക്കറ്റ് കൂടെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയും. അഡാംസിയ, സി അനിമോൺ, കണ്ടാ സി പെൻ. പണ്ട് നമ്മുടെ തൂവലുകൊണ്ട് പേന എഴുതുന്ന പോലത്തെ ടൈപ്പ് അല്ലേ അത്, സി പെൻ എന്ന് പറഞ്ഞ പെനാറ്റൂല. പിന്നെ ഗോർഗോണിയ, സീഫ നല്ല ഭംഗിണ്ടല്ലേ കാണാനായിട്ട്. മിയാൻഡ്രിന ബ്രെയിൻ പോലെ ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ ബ്രെയിൻ കോറൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബി തന്നിട്ടുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് കേട്ടാ. പഠിച്ച് പക്കയായിട്ട് ഈ വീഡിയോ കഴിഞ്ഞാൽ പക്കയായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടാ. നോക്കിയേ, എ ബി നമ്മളോട് തന്നിരിക്കുന്ന അതിന്റെ പേര് എഴുതാം, ഏത് ക്ലാസ് ആണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് ക്ലാസ് ആണെന്നും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന്റെ ഡിഫറൻസുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൽ വരും, അത് കോൺട്രക്ടൈസിൽ വരുന്ന ആൾക്കാരാണ്, അതായത് കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. ബി ഏതിൽ വരുന്നതാണ്, ബി ഓസ്റ്റിക്ടൈസ്, ബോണി ഫിഷസിലാണ്. അതിന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കോൺട്രക്ടൈസ് എപ്പോഴും മെറൈനാണ്, കടൽ വെള്ളത്തിൽ മാത്രം കാണപ്പെടുന്നവരാണ്. പക്ഷെ ഓസ്റ്റിക്ടൈസ് അങ്ങനെയല്ല, കടൽ വെള്ളത്തിലും കാണും, ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്നവരാണ്. സ്ട്രീം ലൈൻഡ് ബോഡിയാണ്, രണ്ടുപേരെയും സ്ട്രീം ലൈൻഡ് ബോഡി ആയിട്ട്. സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ടറ്റവും നാരോ ആയിട്ടുള്ളതും അതേപോലെ നടുക്ക് വീതി കൂടിയത്. കണ്ടാ നോക്കിയേ, രണ്ടറ്റവും വീതി കുറഞ്ഞതും നടുക്ക് എന്താണ് വീതി കൂടിയത്. ഇവരെയും അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശരീരത്തിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ എൻഡോസ്കെൽറ്റൻ എന്താണ്, കാർട്ടിലേജിനസ് ആണ്. അതായത് കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എൻഡോസ്കെൽറ്റൻ ആണ് അവർക്കുള്ളത്. അതായത് സോഫ്റ്റ് ബോൺ ആണ് കാർട്ടിലേജ്. ഇപ്പൊ ഷാർക്കിന്റെ ഒക്കെ അല്ലെ, സ്രാവിന്റെ ഒക്കെ നമുക്ക് കടിച്ചെടുക്കാൻ പറ്റും, അങ്ങനത്തെ ടൈപ്പാണ് അല്ലെ. അങ്ങനെയുള്ളതിനാണ് കാർട്ടിലേജിയൻസ് പറയുന്നത്. പക്ഷെ ഇവരുടെ എങ്ങനെയാണ്, ബോഡി എൻഡോസ്കെൽറ്റൻ ആണ്. ബോഡി നമ്മുടെ ചാണരയും അയിലൊക്കെ മുകളിൽ നമുക്ക് എങ്ങനെയാണ് കുറച്ച് ബോൺ പോലെ അല്ലെ, ബോഡി എൻഡോസ്കെൽറ്റൻ ആണ്. പിന്നെ ഇവരെന്താണ്, മൗത്ത് ലൊക്കേറ്റഡ് വെൻട്രലി. നോക്കിയേണ്ട, ഈ ഒരു താഴെ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, മൗത്ത് വരുന്നത്. ഈ ഒരു താഴ്ഭാഗത്താണ് മൗത്ത് വരുന്നത്. പക്ഷെ ഇവരുടെ എങ്ങനെയല്ലാതെ ഇവരത് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവരെ ടെർമിനൽ എന്ന് പറയും. അതിനെന്തെന്ന് പറയും നമ്മള്, ടെർമിനൽ എന്ന് പറയും. അപ്പൊ ഇവരെ മൗത്ത് വെൻട്രലി, ഓസ്റ്റിക്ടൈസിന്റെ ആണെങ്കിൽ ടെർമിനൽ മൗത്ത് ആണുള്ളത്. പിന്നെ ഗിൽസ്ലിറ്റ്സ് എന്താണ്, സെപ്പറേറ്റ് ആണ്, വിത്തൗട്ട് ഓപ്പർക്കുലം. ഗിൽസ്ലിറ്റിനെ അടയ്ക്കാനായിട്ട് എന്തില്ല, ഓപ്പർക്കുലം, ഒരു അടപ്പൊന്നുമില്ല അവർക്ക്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, കവേർഡ് ബൈ ഓപ്പർക്കുലം. അവിടെ എന്തുണ്ട്, ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും കേട്ടാ. ഓപ്പർക്കുലം, ഇതാണ് ഓപ്പർക്കുലം. ഗിൽസ്ലിറ്റ് അവിടെ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഗിൽസ്ലിറ്റ്സ് ഉണ്ടാവും. നമ്മൾ മലയാളത്തിൽ ചെങ്കിളപ്പൂ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഗിൽസ്ലിറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് അടച്ച് അടപ്പിനാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പർക്കുലം എന്ന് പറയുന്നത്. അത് നോക്കി. പിന്നെ അതുപോലെ കോൺട്രക്ടൈസിന് പ്ലെക്കോയിഡ് സ്കെയിൽസ് ആണ്, ഓസിക്ടൈസിനാണെങ്കിൽ സൈക്ലോയിഡ് സ്കെയിൽസ്. പിന്നെ കോൺട്രക്ടൈസിന്റെ പ്രത്യേകത, ജോസ് ആർ വെരി പവർഫുൾ ആണ്, പ്രിഡേഷ്യസ് ആണ്. അവരെ ജോസ് താടിയിലൊക്കെ എന്താണ് ഭയങ്കര പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ അവര് പ്രിഡേഷ്യസ്, ഇരപിടിയന്മാരാണ് അല്ലെ, ആക്രമ സ്വഭാവമുള്ളവരാണ്. പിന്നെ അതേപോലെ തന്നെ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ, അവർക്ക് എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം, സിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടി, മുങ്ങിപ്പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി കോൺസ്റ്റന്റ്ലി അവർക്ക് സിം ചെയ്തുകൊണ്ടിരിക്കണം, നീന്തിക്കൊണ്ടേയിരിക്കണം. കാരണം അവർക്ക് എയർ ബ്ലാഡർ ഇല്ല. അവര് നീന്താതെ നിന്ന് കഴിഞ്ഞാൽ അവർ താഴേക്ക് എന്തെങ്കിലും താഴ്ന്നു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ എപ്പോഴും നീന്തിക്കൊണ്ടിരിക്കണം. അതേപോലെ ഓസ്റ്റിക്ടൈസിനാണെന്നുണ്ടെങ്കിൽ എയർ ബ്ലാഡർ എന്താണ്, പ്രസന്റ് ആണ്. അതുകൊണ്ട് അവർക്ക് ബോയൻസി റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ബോയൻസി എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കാം. അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവർ മുങ്ങൊന്നുമില്ല, അവർ പൊങ്ങിക്കിടക്കും. അതായത് അവർക്ക് നീന്തണമെന്നില്ല, എപ്പോഴും അവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യാം. കാരണം അവർക്ക് എയർ ബ്ലാഡർ ഉള്ളതുകൊണ്ട് അവർ താഴ്ന്നു പോകില്ല. ഓക്കെ. അടുത്ത നോക്കിയേ, ഹാർട്ട് 2 ചേമ്പേർഡ് ആണ്. രണ്ടുപേർക്കും ഹാർട്ട് 2 ചേമ്പേർഡ് തന്നെയാണ്. പിന്നെ ഇതില് കോൺട്രക്ടൈസിലെ ചില ജീവികൾ എന്താണ്, ഇലക്ട്രിക് ഓർഗൻസ് ഉള്ളവരുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, ടോർപെഡോ. ഓർത്ത് വെച്ചോട്ടെ, എക്സാമ്പിൾ തന്നിട്ടായിരിക്കും അത് ഏത് ക്ലാസ്സിൽ വരും ചോദിക്കും. ടോർപെഡോ ഏതാണ്, കോൺട്രക്ടൈസിലാണ്. അതേപോലെ ചിലവർക്ക് എന്താണ്, പോയിസൺ സ്റ്റിങ്, അതല്ലേ കുത്തണത്, വിഷം കുത്തണത്, നമ്മുടെ തിരണ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതിന് എക്സാമ്പിൾ ട്രൈഗണും ടോർപെഡോ എന്തിലാണ് വരുന്നത്, കോൺട്രക്ടൈസിലാണ് വരുന്നത്. ടോർപെഡോയ്ക്കാണെങ്കിൽ ഇലക്ട്രിക് ഓർഗൻ ഉണ്ട്. പിന്നെ ട്രൈഗൺ ആണെന്നുണ്ടെങ്കിൽ
പോയിസൺ സ്റ്റിങ് ഉണ്ട്. പിന്നെ അടുത്തതാണ് ഇവരെന്താണ് കോൾഡ് ബ്ലഡഡ് ആണ്, അതിനെയാണ് പോക്കിലോതെർമസ് എന്ന് പറയുന്നത്. അത് രണ്ടുപേരും അങ്ങനെ തന്നെയാണ്, കോൾഡ് ബ്ലഡഡ് ആണ്, പോക്കിലോതെർമസ്. എന്താണ് പോക്കിലോതെർമസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ദാറ്റ് ഈസ് ദേ ലാക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ടെമ്പറേച്ചർ. അവർക്ക് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇല്ല. നമുക്ക് എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിന് എന്തുണ്ട്, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ. നമ്മുടെ ചുറ്റുപാടും ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് മാറുമോ? ഇല്ല, നമ്മൾ റെഗുലേറ്റ് ചെയ്ത് നടക്കും. അതായത് റെഗുലേഷൻ നടക്കുന്നുണ്ട്. 37°C തന്നെയായിട്ട് എന്ത് നിലനിർത്താനായിട്ട് നമ്മുടെ ശരീരത്തിന് പറ്റും. അങ്ങനെയുള്ളവരെ എന്തെന്ന് പറയും? വാം ബ്ലഡഡ് അല്ലെങ്കിൽ ഹോമിയോതെർമസ് എന്ന് പറയും. ഇവർക്ക് അത് പറ്റൂല, ഇവർക്ക് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇല്ല. അവരുടെ ടെമ്പറേച്ചർ ചുറ്റും മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്തെന്ന് പറഞ്ഞാൽ പോക്കിലോതെർമസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് എന്ന് പറയുന്നത്. അടുത്തത് സെക്സ് സെപ്പറേറ്റഡ്. അത് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്, സെക്സസ് എന്താണ്, സെപ്പറേറ്റഡ് ആണ്. പിന്നെ ഇവർക്ക് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, അതായത് കോൺട്രാക്ടൈസിന് ഫെർട്ടിലൈസേഷൻ ഉള്ളിൽ വെച്ച്, ശരീരത്തിനുള്ളിൽ വെച്ചിട്ടാണെങ്കിൽ ഓസിറ്റൈസിന് ഫെർട്ടിലൈസേഷൻ എന്താണ്, ശരീരത്തിന് പുറത്ത് വെച്ചിട്ടാണ്, അതായത് ശരീരത്തിനുള്ളിൽ വെച്ചിട്ടല്ല, എക്സ്റ്റേണൽ ആണ്. ഇവർക്ക് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കണമുള്ളത് കൊണ്ട് തന്നെ മെയിൽസിനാണെങ്കിൽ പെൽവിക് ഫിൻസിന്റെ ഭാഗത്ത് ക്ലാസ്പേഴ്സ് ഉണ്ട്, അതായത് കോപ്പുലേറ്റഡ് ഓർഗൻ. അവർക്ക് അതായത് ഈ പറഞ്ഞ സ്പേംസിനെ ഫീമെയിലിന്റെ ശരീരത്തിനുള്ളിലേക്ക് ഇടണം അല്ലെ, അതിനൊരു അവയവം വേണം. അപ്പൊ പെൽവിക് ഫിൻസിന്റെ ഭാഗത്ത് മെയിൽസിന് മാത്രം അവിടെ എന്തുണ്ട് ഉള്ള അവയവത്തിന്റെ പേരാണ് ക്ലാസ്പർ എന്ന് പറയും, അതാണ് കോപ്പുലേറ്ററി ഓർഗൻ. ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും കേട്ടാ, ഇതാണ് മെയില്, ഇത് ഫീമെയില്. പെൽവിക് ഫിന്റെ ഭാഗത്ത് കണ്ട ഇങ്ങനെ ഒരു ഭാഗം കണ്ട, ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ക്ലാസ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഫീമെയിൽസിന്റെ ശരീരത്തിനുള്ളിലേക്ക് എന്ത് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, നിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തിന് നമ്മുടെ അവരുടെ മെയിൽസിൽ മാത്രം കാണപ്പെടുന്നത് കോൺട്രാക്ടൈസിൽ കേട്ടാ. അടുത്ത നോക്കിയേ, മറ്റേ ഓസ്റ്റിറ്റൈസിന് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, കാരണം അവർക്ക് ഫെർട്ടിലൈസേഷൻ പുറത്ത് വെച്ചിട്ടല്ലേ നടക്കുന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഇവരെ എന്തിനാ കോൺട്രാക്ടൈസ് മെയിൻ ആയിട്ട് വിവി പാരസ് ആണ്, അതായത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നവരായിരിക്കും. പക്ഷെ ഇവരെങ്ങനെയാണ്, ഓവി പാരസ് ആണ് കേട്ടാ. ഇവർ ഓവി പാരസും ഇവരെന്താണ് വിവി പാരസും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ബോക്സ് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അവിടെ എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഈ ബോക്സ് നല്ല വൃത്തിക്ക് രണ്ടും ക്ലാസിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയടാ. അടുത്ത നോക്കി എക്സാമ്പിൾസ്. കോൺട്രാക്ടൈസിന് എക്സാമ്പിൾസ് ആണ് ടീച്ചർ തന്നിരിക്കുന്നത്. സ്കോളിഡോൺ, ഡോഗ് ഫിഷ്, കാർക്കരോഡൻ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, പ്രിട്ടിസ്, സോ ഫിഷ്, ട്രൈഗൺ, സ്റ്റെയറിംഗ്, സ്റ്റിംഗ് റേ, ടോർപെഡോ, ഇലക്ട്രിക് റേ. ഇതാണ് നമ്മുടെ കോൺട്രാക്ടൈസിന് എക്സാമ്പിൾ ആണ് കേട്ടോ ഇതൊക്കെ. അടുത്തത് ഓസ്റ്റിക്ടൈസ്. ഓസ്റ്റിക്ടൈസിന് എക്സാമ്പിൾ 3 ടൈപ്പ് ഉണ്ട്. മെറൈനിൽ ജീവിക്കുന്നവരുണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്, അക്വേറിയം. മറ്റേത് എല്ലാവരും മെറൈനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. നോക്കിയേ, മെറൈനിലാണെന്നുണ്ടെങ്കിൽ എക്സോസീറ്റസ്, ഫ്ലൈയിങ് ഫിഷ്, അതേപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ് വരാറുണ്ട്. ഈ പടം നോക്കി വെച്ചു കേട്ടാ, ഹിപ്പോ ക്യാമ്പസ്, സീ ഹോഴ്സ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലത്തെ പടം നോക്കിയാൽ മതി. ഇത് ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നല്ല കളർഫുൾ പിക്ചേഴ്സ് വെച്ചിട്ടുള്ളൂ കേട്ടാ. ടെക്സ്റ്റ് ബുക്കിലത്തെ പടമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണത്, എക്സാമിന് വരാം കേട്ടാ. ഹിപ്പോ ക്യാമ്പസ് ഫ്രഷ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കിയാലേ, ബിയോ, റോഹു, കട്ല, പിന്നെ അതേപോലെ ക്ലാരിയാസ്. പിന്നെ അക്വേറിയത്തിലാണെന്നുണ്ടെങ്കിൽ ബെറ്റ, ഫൈറ്റിംഗ് ഫിഷ്, ടെറോഫൈലം, ഏഞ്ചൽ ഫിഷ്. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, അക്വേറിയത്തിൽ വരുന്നിട്ടുള്ള ഓസ്റ്റിക്ടൈസ് ആണ്. അപ്പൊ കോൺട്രാക്ടൈസും ഓസ്റ്റിക്ടൈസും ഇമ്പോർട്ടന്റ്. അടുത്ത ചോദ്യം നോക്കിയേ, ഐഡന്റിഫൈ ദ ഫൈലം. കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവൂലേ ഏത് ഫൈലത്തിൽ വരുന്നതാണ് ഇവര്, കോർഡാറ്റ. കോർഡാറ്റയുടെ പ്രത്യേകതയാണ് അല്ലേ, കോർഡാറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്നതാണ്. ലേബൽ എ ഇൻ ദ ഡയഗ്രാം. എ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പലരും തെറ്റിക്കാനായിട്ട് സാധ്യതയുണ്ട്. എ എന്ന് പറഞ്ഞ നോട്ടോകോഡാണ്. അപ്പൊ അതിന്റെ ഭാഗങ്ങൾ പഠിക്കണം നമ്മള്. നോക്ക്, ഭാഗങ്ങൾ നോക്കിയേ. ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നത് ഏതായിരിക്കും, അത് നെർവ് കോഡാണ്. ഏറ്റവും മുകളിൽ നെർവ് കോഡും അതിന്റെ താഴെയായിട്ട് കാണപ്പെടുന്നതാണ് നോട്ടോ കോഡ്. പിന്നെ നോക്കിയതേ, സ്ലിറ്റ് പോലെ കാണപ്പെടുന്നതാണ് ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയും. ഏറ്റവും സൈഡിലും ഏറ്റവും ബാക്കിലുള്ള ഭാഗം ഏതാണ്, പോസ്റ്റേനൽ ടൈൽ. പലരും ഈ ചിത്രം കാണുമ്പോ എന്ത് വിചാരിക്കും, പോസ്റ്റേനൽ ടൈലാണെന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിക്കും. പക്ഷെ അങ്ങനെയല്ല, ഏരോ പോയിക്കണം നോക്ക്, ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഏരോ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏതാണ്, നോട്ടോ കോഡാണ് വരുന്നത്. ഏതാണ്, നോട്ടോ കോഡാണ്. മെൻഷൻ 4 സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഫൈലം. അതായത് കോഡാറ്റ എന്ന് മനസ്സിലായി. കോഡാറ്റയുടെ 4 ഫീച്ചേഴ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കോഡാറ്റ പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് എന്തിന്റെയും കൂടെ ഫീച്ചർ പഠിക്കണം, നോൺ കോഡാറ്റ്സിന്റെ ഫീച്ചർ പഠിക്കണം. കോഡാറ്റ്സ് നോക്കിയേ, സിമ്പിൾ ആണ്. 4 ഫീച്ചേഴ്സ് പെട്ടെന്ന് കിട്ടും. നമുക്ക് ഒരെണ്ണം പഠിച്ചാൽ മതി, ഇപ്പുറത്ത് എഴുതാൻ പറ്റും നമുക്ക്. കോഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, നോട്ടോ കോഡ് പ്രസന്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അതിനെ കോഡാറ്റ എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താണ്, നോട്ടോ കോഡ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ്, നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം ഏതായാലും ഡോർസൽ ആയിരിക്കും അല്ലെ, പുറകുവശത്തേക്ക് കൂടുതലായിരിക്കും, ഹോളോ ആയിരിക്കും, അതിന്റെ ഉള്ളിൽ എന്തായിരിക്കും, വേറെ കൂടുതലായിട്ട് സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ സിംഗിൾ ആയിരിക്കും, ഒറ്റ ഒരെണ്ണായിരിക്കും.
പക്ഷെ നോൺ കോഡേറ്റ്സിന് സെൻട്രൽ നെർവസ് സിസ്റ്റം എങ്ങനെയായിരിക്കും? വെൻട്രൽ സൈഡ്, ഒന്ന് ഉള്ളിലേക്ക് ഉള്ളതായിരിക്കും, പിന്നെ സോളിഡ് ആയിരിക്കും, അതിന്റെ ഉള്ളിൽ പലതും നിറഞ്ഞിരിക്കുന്നത് ഉണ്ടാവും, പിന്നെ ഡബിൾ ആണ്, 2 എണ്ണം ഉള്ളതാണ്. പിന്നെ ഇവിടെ നോക്കിയേ, ഗിൽ സ്ലിറ്റ് പ്രസന്റ് ആയിരിക്കും, ഇവിടെ ഗിൽ സ്ലിറ്റ് ആബ്സെന്റ് ആയിരിക്കും. അതേപോലെ ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ഹാർട്ട് ഉണ്ട്, പക്ഷെ അത് വെൻട്രൽ സൈഡ്. ഇപ്പൊ നമ്മുടെ നോക്കിയാൽ നമ്മുടെ വെൻട്രൽ സൈഡിലാണ് ഹാർട്ട് ഉള്ളത് അല്ലെ, ഇതാണ് വെൻട്രൽ, ഇത് ഡോർസലാണ് നമ്മുടെ കേട്ടോ. അപ്പൊ വെൻട്രൽ സൈഡിലാണ് ഹാർട്ട് ഉള്ളത്, ഇവിടെ എന്താണ് ഹാർട്ട്? ഡോർസൽ. ഇപ്പൊ ഇഫ് പ്രസന്റ് ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? ഡോർസൽ സൈഡിലായിരിക്കും. ഇനി കോഡേറ്റ്സില് പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ് ആണ്, നോൺ കോഡേറ്റ്സില് പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെന്റ് ആണ്. അടുത്ത നോക്കിയേ, ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? സബ്സ്റ്റാൻഷ്യൈസ്. അതായത് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റുകളാണ്, പക്ഷേ എല്ലാ കോഡേറ്റും വെർട്ടിബ്രേറ്റ്സ് അല്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആദ്യം നമുക്ക് എന്താണ് സംഭവം എന്ന് അറിഞ്ഞിരിക്കണം. അതായത് കോഡാറ്റ, നോട്ടോകോഡ് ഉള്ളവരെയാണ് നമ്മൾ കോഡാറ്റ എന്ന് വിളിക്കുന്നത് അല്ലെ. ആ കോഡാറ്റയിൽ തന്നെ സബ് ഫൈലംസ് ഉണ്ട്, 3 തിരിച്ചിട്ടുണ്ട്. നോക്കിയേ, ഒന്ന് യൂറോ കോഡാറ്റ, രണ്ടാമത്തെ സെഫാലോ കോഡാറ്റ, വെർട്ടിബ്രേറ്റ. അങ്ങനെ കോഡാറ്റിനെ 3 സബ് ഫൈലമായിട്ട് നോക്കിയിട്ടുണ്ട്. അതായത് നോട്ടോകോഡിന്റെ പ്രസൻസ് എപ്പോഴൊക്കെയാണ് കാണപ്പെടുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്ത് 3 തിരിച്ചിട്ടുള്ളത്. യൂറോ കോഡാറ്റ അല്ലെങ്കിൽ ട്യൂണിക്കേറ്റ എന്നും പറയും, സെഫാലോ കോഡാറ്റ, വെർട്ടിബ്രേറ്റ. നോക്കി അതിന്റെ പ്രത്യേകതകൾ നോക്കാം. നോക്കി, യൂറോ കോഡാറ്റ എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ലാർവൽ ടെയിൽ മാത്രമാണ് നോട്ടോകോഡ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ആ ഫൈലത്തിന്റെ പേരെന്താണ്? യൂറോ കോഡാറ്റ എന്ന് പറയും. അതിന് എക്സാമ്പിൾ അസീഡിയ, സാൽപെക്കിൻ. ഇനി സെഫലോകോഡാറ്റയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് പെർസിസ്റ്റ് ത്രൂ ഔട്ട് ലൈഫ്. അതായത് അവരുടെ ലൈഫ് മൊത്തം എന്തുണ്ടാവും? നോട്ടോകോഡ് ഉണ്ടാവും. എവിടെ തുടങ്ങിയിട്ട് ഹെഡ് തൊട്ട് ടെയിൽ വരെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളവരാണ് എന്ത്? സെഫാലോകോഡാറ്റ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ബ്രാങ്കിയോസ്റ്റോമ എന്ന് പറയുന്നത്. അടുത്തതാണ് വെർട്ടിബ്രേറ്റ്. നമ്മളൊക്കെ വരുന്നത് ഇതിലാണ്, വെർട്ടിബ്രേറ്റിലാണ് അല്ലെ. അവിടെ എന്താണ് പ്രത്യേകത? നോട്ടോകോഡ് പ്രസന്റ് ഓൺലി ഇൻ എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അത് നമ്മൾ വളരുന്നതിനനുസരിച്ച് അവരെന്തായിട്ട് മാറുകയും ചെയ്യും? വെർട്ടിബ്രൽ കോളമായിട്ട് മാറും. അതായത് എംബ്രിയോണിക് സ്റ്റേജിൽ നോട്ടോകോഡ് ഉണ്ടാവും, പക്ഷേ നമ്മൾ വളരുന്നതിനനുസരിച്ച് ഈ നോട്ടോകോഡ് മാറി റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരും? നമ്മുടെ വെർട്ടിബ്രൽ കോളം വരും, നട്ടല് വരും. ഓക്കെ, അപ്പൊ അതാണ് വെർട്ടിബ്രേറ്റ്സിന്റെ പ്രത്യേകത. അത് കാണിക്കുന്ന ആരാണ്? ബേർഡ്സ്, മാമൽസ്, ഇവരൊക്കെ എന്താണ്? വെർട്ടിബ്രേറ്റ്സിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ എല്ലാ കോഡേറ്റും വെർട്ടിബ്രേറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് വെർട്ടിബ്രേറ്റയുടെ പ്രത്യേകത എന്താണ്? നോട്ടോകോഡ് മാറി വെർട്ടിബ്രൽ കോളം വരുന്നവരെ മാത്രമേ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? വെർട്ടിബ്രേറ്റ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആൻസർ എന്താന്ന് നോക്കിയേ. യെസ്, ഇൻ വെർട്ടിബ്രേറ്റ്സ് നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. എന്തായാലും നോട്ടോകോഡ് ഉണ്ടെന്ന് അറിയാം. നോട്ടോകോഡ് ഉള്ളതുകൊണ്ട് എല്ലാ കോഡേറ്റ്സും എന്തായിരിക്കും? അല്ല, എല്ലാ വെർട്ടിബ്രേറ്റ്സും എന്താണ്? കോഡേറ്റ് ആയിരിക്കും. പക്ഷെ കോഡേറ്റുകൾ എല്ലാവരും വെർട്ടിബ്രേറ്റ് ആവില്ല. കാരണം ഇങ്ങനെ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വെർട്ടിബ്രേറ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻസർ കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് 6ാമത്തെ കഴിഞ്ഞ് 7ാമത്തെ ചോദ്യം നോക്കിയേ. ഒരു ഇൻവെർട്ടിബ്രേറ്റർ ക്യാരക്ടർ തന്നിട്ടുണ്ട്. എന്താണ്? സ്പൈനി സ്കിൻ, മുള്ളുള്ള പോലെയുള്ള ശരീരം, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആർക്കാണുള്ളതെന്ന്. നിങ്ങൾ തെറ്റി എഴുതരുത്. വാട്ടർ കനാൽ സിസ്റ്റം പോറിഫറയ്ക്കാണ്. അപ്പൊ തെറ്റെഴുതിട്ടാ. വാട്ടർ കനാൽ സിസ്റ്റം ചോദിച്ചാല് പോറിഫറ. വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആര് എഴുതണം? ആൻസർ എന്താണ്? എക്കിനോകോഡേറ്റയാണ്. എക്കിനോഡെർമാറ്റ, കോഡേറ്റ അല്ല, സോറി, എക്കിനോഡെർമാറ്റയാണ്. അതായത് ഏത് ഫൈലമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 ക്യാരക്ടേഴ്സ് ഉള്ള ഫൈലം ഏതാണ്? അത് എക്കിനോഡെർമാറ്റക്കാരുടെ ക്യാരക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്, ഇനി 2 ഫങ്ഷൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ലോക്കോമോഷൻ, മൂവ്മെന്റിന് സഹായിക്കുന്നു. പിന്നെ ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് പിടിക്കാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെ റെസ്പിറേഷനും സഹായിക്കുന്നുണ്ട്. ഇതാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്കിനോഡെർമാറ്റിനെ കുറിച്ച് പഠിക്കാം. ഫൈലം എക്കിനോഡെർമാറ്റ. എന്താണ് അവരുടെ പ്രത്യേകതകൾ? അവരെപ്പോൾ എന്തായിരിക്കും? മെറൈൻ ആണ് അല്ലെ, കടൽ വെള്ളത്തിലുള്ളവരായിരിക്കും. അതേപോലെ സ്പൈനി സ്കിൻ എന്തായിരിക്കും? സ്പൈനി, മുള്ളു പോലെയുള്ള സ്കിന്നുള്ളവരാണ്. പിന്നെ ഓർഗൻ സിസ്റ്റം ലെവലാണ് അവർക്കുള്ളത്. റേഡിയൽ സിമെട്രി ആണ്. ബട്ട്, ലാർവേ, ബൈലാറ്ററൽ സിമെട്രി അല്ലെ. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ എക്കിനോഡെർമാറ്റക്കാരുടെ ഒരു പ്രത്യേകതയാണ് അത്. റേഡിയൽ സിമെട്രി ആരിൽ മാത്രമേ ഉള്ളൂ? അഡൽറ്റിൽ മാത്രമേ ഉള്ളൂ. ലാർവയ്ക്ക് ബൈലാറ്ററൽ സിമെട്രി ആണ് കാണപ്പെടുന്നത്. പിന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, 3 ലെയറും ഉണ്ട്. സീലോമിക് കാവിറ്റി ഉണ്ട്, സീലോം ഉണ്ട്, ബോഡി കാവിറ്റി ഉണ്ട്. ഡൈജസ്റ്റ് സിസ്റ്റം എന്താണ്? കംപ്ലീറ്റ് ആണ്. മൗത്ത് ഓൺ വെൻട്രൽ സൈഡിലും ആനസ് എവിടെയാ? ഡോർസൽ സൈഡിലുമാണ് കാണപ്പെടുന്നത്. ഇതാണ് സാലിയൻ ഫീച്ചർ എന്ന് പറഞ്ഞത് അല്ലെ. എന്താണ്? വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. എന്തിനൊക്കെയാണ്? ലോക്കോമോഷൻ, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്, റെസ്പിറേഷൻ. അതാണ് അതിന്റെ ഫങ്ഷൻസ്.
ഇനി എന്താണ് എക്സ്ക്രീറ്ററി സിസ്റ്റം? അവർക്ക് എന്തില്ല? ആബ്സെന്റ് ആണ്. അതായത് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞ വലിയ ഡെവലപ്പ് ചെയ്തിട്ടൊരു സിസ്റ്റം ഒന്നും അവർക്കില്ല, അത് ആബ്സെന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്സ് സെപ്പറേറ്റ് ആണ്. റിപ്രൊഡക്ഷൻ എന്താണ്? സെക്ഷുവൽ തന്നെയായിരിക്കും. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്താണ്? യൂഷ്വലി എക്സ്റ്റേണൽ, പുറത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം ഫ്രീ സ്വിമ്മിങ് ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞില്ല, ആർമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ആണെന്ന് അറിയാം അല്ലെ? ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എക്കിനോഡർമാറ്റ. അപ്പൊ ഈ ഫൈലം എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചാൽ പോരാ. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. എങ്കിലേ ബാക്കി വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത നോക്കിയേ, ഇതിനെ എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ട, സ്പൈനി സ്കിൻ അല്ലേ? കണ്ട, മുള്ളു പോലുള്ള ഭാഗമാണ് അവരുടെ ശരീരത്തിൽ മൊത്തം. ആസ്റ്റീരിയാസ്, സ്റ്റാർ ഫിഷ്, എക്കിനസ്, സീ അർച്ചിൻ, അതേപോലെ എക്കിനോകാർഡിയം, പിന്നെ ആൻജിഡോൺ, സീ ലില്ലി, ഒപ്പിയൂറ, ബ്രിട്ടിൽ സ്റ്റാർ, കുക്കുമേരിയ, സീ കുക്കുംബർ. കേട്ടാ, ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി, എട്ടാമത്തെ ചോദ്യം. ദ ഫോളോയിങ് ആർ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനിമൽ ഗ്രൂപ്പ്. അതായത് ഒരു അനിമൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടാ. നോക്കിയേ, സർക്കുലർ ആൻഡ് സക്കിംഗ് മൗത്ത് വിത്തൗട്ട് ജോസ്. വിത്തൗട്ട് ജോസ് എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കണം നമ്മൾ അല്ലെ. വെർട്ടിബ്രേറ്റിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് അല്ലെ. നാത്ത, അഗ്നാത്തയും നാത്തോസ്റ്റൊമാറ്റയും അല്ലെ. അപ്പൊ എന്താണ്? ജോ ഇല്ലാത്തവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഗ്നാത്ത എന്ന് പറയുന്നത് അല്ലെ. ഫിഷ് ലൈക്ക് ബോഡി വിത്തൗട്ട് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. അതായത് ഫിഷിന്റെ പോലെ തോന്നും, പക്ഷെ സ്കെയിൽസോ പെയർഡ് ഫിൻസോ ഒന്നുമില്ല. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഏത് ഫൈലത്തിലാണ് കാണപ്പെടുന്നത്? ഏത് ഫൈലല്ല, ഏത് ക്ലാസ്സിലാണ് അവർക്ക് ഉണ്ടാവുക? ഏത് ക്ലാസ്സിലുള്ള ജീവികൾക്കാണ് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ടാവുക? അതാണ് സൈക്ലോസ്റ്റൊമാറ്റ. ഏത് ക്ലാസ്സിലാണ്? സൈക്ലോസ്റ്റൊമാറ്റക്കാർക്കാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഉള്ളത്. സൈക്ലോസ്റ്റൊമാറ്റയുടെ എക്സാമ്പിൾ ചോദിച്ചാൽ ഏത് പറയാം നമുക്ക്? പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംപ്രേ എന്ന് പറയാം, മിക്സിൻ ഹാഗ് ഫിഷ് എന്നും പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, സൈക്ലോസ്റ്റൊമാറ്റ എന്താണെന്ന് പഠിക്കാം അല്ലെ. സൈക്ലോസ്റ്റൊമാറ്റ എക്ടോപാരസൈറ്റ് ആണ്. സം ഫിഷസ്, അതായത് പാരസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ന്യൂട്രിയൻസും അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ജീവിക്കുന്നവരെ എന്തെന്ന് പറയുന്നത്? നമ്മൾ പാരസൈറ്റ് എന്ന് പറയുന്നത്. എക്ടോപാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന് പുറത്താണ് അവർ അറ്റാച്ച് ചെയ്ത് പിടിച്ച് ജീവിക്കുന്നതെങ്കിൽ അതിന് എക്ടോപാരസൈറ്റ്. ശരീരത്തിന് ഉള്ളിലാണെങ്കിൽ അതിന് എന്തെന്ന് വിളിക്കും? നമ്മൾ എൻഡോപാരസൈറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇവരെന്താണ്? ചില മത്സ്യത്തിന്റെ മേത്ത് എന്തെങ്കിലും അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും, അവരുടെ സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് കഴിക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് എക്ടോപാരസൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, അവർക്ക് ഇലോങ്ങേറ്റഡ് ബോഡി, നീളമുള്ള ബോഡി, മീനിന്റെ പോലെ. കണ്ട ഒരു മീനാന്ന് വിചാരിക്കും നമ്മൾ, തെറ്റിദ്ധരിക്കും. പിന്നെ എന്താണ്? 6 to 15 pairs ഓഫ് ഗിൽസ്ലിറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ജോസ് ആബ്സെന്റ് ആണ്. അജ്ഞാതയിൽ വരണമെന്ന് പറഞ്ഞില്ല നമ്മളെ. അപ്പൊ എന്താണ്? അവർക്ക് എന്തില്ല? ജോ ആബ്സെന്റ് ആണ്. പിന്നെ സക്കിംഗ് ആൻഡ് സർക്കുലാർ മൗത്ത്. അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്തില്ല? മറ്റുള്ള ജീവികളുടെ വേണം ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് ഒക്കെ സക്ക് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ സക്ക് ചെയ്തെടുക്കണം അല്ലെ. സക്കിങ്ങും സർക്കുലാർ ആയിട്ടുള്ള അടിച്ചു പിടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു മൗത്താണ് അവർക്കുള്ളത്. പിന്നെ ബോഡി വിത്തൗട്ട് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. മീനിന്റെ പോലെ തോന്നുമെങ്കിലും പക്ഷെ അത് മത്സ്യമല്ല. എന്താണ്? അവർക്ക് സ്കെയിൽസോ പെയർഡ് ഫിൻസോ ഒന്നുമില്ല. പിന്നെ കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ ആണ് അവർക്കുള്ളത്. അതേപോലെ സർക്കുലേഷൻ ക്ലോസ് ടൈപ്പ് ആണ്. സർക്കുലേഷൻ ക്ലോസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലഡ് ഒഴുകുന്നത് ട്യൂബുകളിലൂടെയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ എന്താണ്? ക്ലോസ് ടൈപ്പ് അല്ലേ. നമുക്ക് എന്താണ്? സർക്കുലേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? വെസൽസിൽ കൂടിയാണ്. അതിന് ഒഴുകാനായിട്ട് പ്രത്യേകിച്ച് കോയലുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയും. സർക്കുലേഷൻ ക്ലോസ് ടൈപ്പ്. ഇനി അല്ല, അവർ കോയലൊന്നും ഇല്ല, നേരെ വന്ന് ഹാർട്ട് എന്ത് ചെയ്യുന്നത്? ബ്ലഡിന് ഒരു അറയിലേക്കാണ് പമ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ ടൈപ്പ് എന്ന് പറയും. അപ്പൊ ഇത് ക്ലോസ്ഡ് ടൈപ്പ് ആണ്. ഇത് ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ദേ മൈഗ്രേറ്റ് ഫോർ സ്പോണിങ്, ബ്രീഡിംഗ് എന്നാണ് പറയണ്ട. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അവർ എവിടേക്ക് പോകും? സീയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്പോണിങ്ങിന് ശേഷം അവർ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? മരിക്കും അല്ലെ. അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യും? അവര് മരിക്കും, ചത്തുപോകും. അങ്ങനെ ലാർവയാണ് എന്ത് ചെയ്യുന്നത്? മെറ്റമോർഫോസിസിന് ശേഷം, മെറ്റാജനസിസ് നമ്മൾ പഠിച്ചു, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് മെറ്റമോർഫോസിസ്? മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് അഡൽറ്റ്, formation of adult from larvae. അതായത് ലാർവയിൽ നിന്ന് അഡൽട്ട് ആയിട്ട് മാറുന്ന പ്രക്രിയയാണ് നമ്മൾ മെറ്റമോർഫോസിസ്. തെറ്റിക്കരുത് കേട്ടാ. മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ ജനറേഷൻ, ഓരോ ജനറേഷൻ വരുമ്പോൾ ബോഡി ഫോം മാറുന്നത്. മെറ്റമോർഫോസിസ് അങ്ങനെയല്ല. ലാർവെ അഡൽട്ട് ആയിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റമോർഫോസിസ് കഴിഞ്ഞിട്ട് അവരെവിടേക്ക് തിരിച്ചെത്തുന്നുണ്ട്? നമ്മുടെ ഓഷ്യനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചെത്തുന്നുണ്ട്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. അതേപോലെ എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞില്ലേ, പെട്രോമൈസൻ, ലാംപ്രേ, അതേപോലെ മിക്സിൻ ഹാഗ് ഫിഷ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്? സൈക്ലോസ്റ്റൊമാറ്റയുടെ എക്സാമ്പിൾസ്.
ഹാസ്. അതിന് പടം തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ കേട്ടോ. ഇതിന്റെയാണ് കണ്ടാ മീനാന്ന് വിചാരിക്കും നിങ്ങൾ. കോൺട്രാക്ടൈസോ സ്റ്റിക്ടൈസോ ഒന്നും എഴുതരുതാ. ഇതെന്താണ്? ഇത് നമ്മുടെ സൈക്ലോസ്റ്റോമാറ്റ. അവര് മീനിലേ വരുന്നതല്ല, ഫിഷേ അല്ല കേട്ടാ. അതൊന്ന് ഓർത്തു വെക്കാട്ടാ. പടങ്ങൾ നോക്കി വെക്കുക. അടുത്തതാണ് ദ അനിമൽ ഹാസ് വേം ലൈക്ക് ബോഡി ആൻഡ് റുഡിമെന്ററി സ്റ്റോമോകോഡ് ഇൻ ദ കോളാർ റീജിയൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്യാരക്ടർ, ഒരെണ്ണത്തിന്റെ ക്യാരക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എന്താണ്? വേം ലൈക്ക്, പുഴുവിന്റെ പോലെ ശരീരമാണ്. അതേപോലെ സ്റ്റോമോകോഡ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോമോകോഡ് എന്ന് പറയുന്ന ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഏത് ഫൈലം എഴുതണം? നമ്മുടെ ഹെമികോഡാറ്റ. ഐഡന്റിഫൈ ഇറ്റ്സ് ഫൈലം. ഏതാണ് ഫൈലം? ഹെമികോഡാറ്റക്കാരാണ്. ഈ ഹെമികോഡാറ്റയിലത്തെ ആളുകൾ ശരിക്കും എവിടെയായിരുന്നു ഇരുന്നിരുന്നത്? പണ്ട് ആദ്യം അതിനെ ക്ലാസിഫൈ ചെയ്തപ്പോ ഈ ഹെമികോഡാറ്റയിലത്തെ ആളുകളൊക്കെ ഇരുന്നിരുന്നത് എവിടെയാണ്? കോർഡാറ്റയിലാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്റ്റോമോകോഡ് എന്ന് പറയില്ലേ, അതായത് നോട്ടോകോഡിന്റെ പോലെയുള്ള സ്ട്രക്ചർ ആണ്. അപ്പൊ അന്ന് എന്ത് ചെയ്ത് തെറ്റിദ്ധരിച്ച്, അതായത് നോട്ടോകോഡ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ എന്തിൽ ഇട്ടത്? കോഡേറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടത്, കോഡേറ്റ എന്ന് പറഞ്ഞ ഫൈലത്തിൽ ഇട്ടത്. പക്ഷെ പിന്നീട് മനസ്സിലായി അത് നോട്ടോകോഡ് അല്ല, നോട്ടോകോഡിന്റെ പോലെ സാമ്യമുള്ള വേറൊരു സ്ട്രക്ചർ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അതിന് സ്റ്റോമോകോഡ് എന്ന് പേര് കൊടുക്കുകയും ആ വിഭാഗമുള്ള ആളുകളെ, ആ സ്റ്റോമോകോഡ് ഉള്ള ആളുകളെ എന്ത് ചെയ്ത് മാറ്റി പ്രത്യേകിച്ച് ഒരു ഫൈലം ഉണ്ടാക്കി. ഏതാണ്? ഹെമികോഡാറ്റ എന്ന് പറഞ്ഞ ഫൈലം ഉണ്ടാക്കി അതിൽ വെച്ചു കൊടുത്തു. ഓക്കെ. അപ്പൊ ആദ്യം ഇവരെവിടെയായിരുന്നു? ഇവർ കോഡാറ്റയിലായിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് നോട്ടോകോഡ് അല്ല സ്റ്റോമോകോഡ് ആണെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തത്? വേറൊരു ഫൈലമാക്കി മാറ്റിയത്. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, റൈറ്റ് എനി 2 സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫൈലം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയണം? നമുക്ക് ആ ഫൈലത്തെ കുറിച്ച് പഠിക്കണം, എങ്കിലല്ലേ അതിന്റെ ഫീച്ചേഴ്സ് കിട്ടുള്ളൂ. ഹെമികോഡാറ്റ എന്താണ്? വേം ലൈക്ക് മെറൈൻ ആണ്, കടൽ വെള്ളത്തിലാണ്, മെറൈൻ ആണെന്ന് മനസ്സിലായി. വേം ലൈക്ക് ആണ്, അതായത് പുഴു പോലത്തെ ഒരു ശരീരമാണ്. ഓർഗൻ സിസ്റ്റം ലെവലാണ് ഉണ്ടാവുക. ഓർഗൻ സിസ്റ്റം ലെവൽ വരുമ്പോ മെയിൻ ആയിട്ട് ഒക്കെ എന്തായും? ബൈലേറ്റർ സിമെട്രിക്കലും ട്രിപ്ലോബ്ലാസ്റ്റിക്കും സീലോമൈറ്റും ആയിരിക്കും കൂടുതൽ വരാം കേട്ടാ. ഓർഗൻ സിസ്റ്റം ലെവൽ വരുമ്പോ ബൈലാറ്ററലും അതേപോലെ തന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക്കും സീലോമൈറ്റും കൂടെ പോരും നമുക്ക് കേട്ടാ. അത് നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ആകെ ചിലതിൽ മാത്രമേ മാറുന്നുള്ളൂ, മനസ്സിലായോ? ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വരാം. ബോഡി സിലിണ്ടറിക്കലാണ്. അവരുടെ ശരീരം എന്താണ്? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ശരീരമാണ്. അതേപോലെ അവരെ ബോഡിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രോബോസിസ്, കോളാറ്, ട്രങ്ക്. ആ പടം നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് പടം കേട്ടാ. ഓക്കെ. ഇത് പ്രോബോസിസ്, അതേപോലെ കോളാർ റീജിയൻ. ഇവിടെയാണ്, ഇതാണ് ഈ കാണുന്ന സ്റ്റോമോകോഡ് എന്ന് പറയുന്നത്. കോളാർ റീജിയനിലാണ് എന്ത് കാണപ്പെടുന്നത്? സ്റ്റോമോകോഡ് കാണപ്പെടുന്നത്. അതേപോലെ അവർക്ക് ട്രങ്ക്. ഇങ്ങനെ 3ആയിട്ട് അവിടെ ശരീരത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം നേരത്തെ പറഞ്ഞല്ലേ, ക്ലോസ്ഡ് ഓപ്പൺ പറഞ്ഞില്ലേ നേരത്തെ. ക്ലോസ്ഡ് ഇവിടെ എന്താണ്? ഓപ്പൺ ആണ്. അവർക്ക് ട്യൂബുകളില്ല, പ്രത്യേകിച്ച് രക്തത്തിന് ഒഴുകാൻ ട്യൂബുകൾ ഒന്നുമില്ല. പിന്നെ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഗിൽസ്. ഗിൽസിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. ഈ പോയിന്റ് ഒന്ന് ഓർത്തു വെക്കുക. എക്സ്ക്രീറ്ററി ഓർഗൻ ഇസ് പ്രോബോസിസ് ഗ്ലാൻഡ്. ഇവിടുത്തെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് ചോദിച്ചാൽ പ്രോബോസിസ് ഗ്ലാൻഡ്. നമുക്ക് ഇവിടുന്ന് ചോദ്യം, പലതരത്തിൽ ചോദ്യം വരാം. അതായത് ഓരോ അവയവങ്ങളുടെ പേര് തരും, എന്നിട്ട് ആ അവയവങ്ങളൊക്കെ ഏത് ഫൈലമാണെന്ന് ചോദിക്കും. പ്രോബോസിസ് ഗ്ലാൻഡ് എന്നിട്ട് ചോദിക്കും ഇത് ഏത് ഫൈലത്തിലാണ് കാണപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഏതാണ്? ഹെമികോഡാറ്റ. അപ്പൊ ഇത് പഠിച്ചാൽ നമുക്ക് ഏത് ഫൈലത്തിലാണ് അത് കാണാൻ അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഉള്ളിൽ നിന്നൊക്കെ ചോദ്യം വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്ത നോക്കിയേ, സെക്സസ് സെപ്പറേറ്റ് ആണ്. അതേപോലെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ പുറത്തു വെച്ചിട്ടാണ്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ലാർവ ഉണ്ട്. എക്സാമ്പിൾ നോക്കിയാൽ ബാലനോഗ്ലോസസും സാക്കോഗ്ലോസസും. അപ്പൊ ഇതില് മെയിൻ ആയിട്ടുള്ള പോയിന്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എഴുതാനായിട്ട്. മനസ്സിലായോ? അല്ലാതെ വെറുതെ ഈ മെറൈൻ ലൈക്ക് അനിമൽസ് മാത്രം എഴുതിയാൽ ശരിയാവോ? സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രം കാണപ്പെടുന്ന ഫീച്ചേഴ്സ്, വേറെ ഫൈലത്തിന് കാണാൻ പാടില്ല. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാൻ? ബോഡി സിലിണ്ടറിക്കൽ ആൻഡ് കൺസിസ്റ്റ് ഓഫ് പ്രോബോസിസ്, കോളാറ്, എലോങ് ട്രങ്ക്. അത് സാലിയൻ ഫീച്ചർ അല്ലേ? അത് ഈ ഫൈലത്തിന് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ വേണം എഴുതാൻ കേട്ടോ. സാലിയൻ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫൈലത്തിന് മാത്രം കാണപ്പെടുന്ന ഫീച്ചേഴ്സ് വേണം എഴുതാനായിട്ട്. ഇപ്പൊ നോക്കിയേ, എക്സ്ക്രീറ്ററി ഓർഗൻ പ്രോബോസിസ് ഗ്ലാൻഡ് ആണ്. അതൊക്കെ എന്താണ്? അതിന് മാത്രമേ ഉള്ളൂ. 2 സാലിയൻ ഫീച്ചേഴ്സ് ആയി. അപ്പൊ ഫീച്ചേഴ്സ്, സാലിയൻ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈലം പഠിക്കണം. ഓക്കെ. ടീച്ചർ തന്നാ ഈ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതിയാവും കേട്ടാ. ഇനി അടുത്ത നോക്കിയേ, അതിന്റെ പടം തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, ലാസ്റ്റത്തെ ചോദ്യമാണ്. ഐഡന്റിഫൈ ദ ഓർഗാനിസം ABC. 3 ജീവികൾ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ പറയണം, കാരണം ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഏതാണത്? അതിന്റെ പേര് ഏത് ഫൈലത്തിലാണ്? ഹെമികോഡാറ്റയിൽ വരുന്നതാണ് അല്ലെ. ഏതാണ് അതിന്റെ പേര്? എന്താണ്? ബലാനോഗ്ലോസസ് എന്നാണ് അതിന്റെ പേര് അല്ലെ. അടുത്ത നോക്കിയേ, ബി ഏതാണ്? ബി നീരിസ് ആണ് അല്ലെ. നീരിസ്. സി എന്ന് പറയുമ്പോൾ ഏതാണ്? ഫാസിയോള, ലിവർ ഫ്ലൂക്ക്. കണ്ട, ഇങ്ങനെ ചോദ്യങ്ങൾ വരണ്ട. അപ്പൊ പടങ്ങൾ പഠിക്കേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പടങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പേരുകൾ പഠിക്കണം. ഓക്കെ. അടുത്ത നോക്കിയേ, നെയിം ദ ഫൈലം ടു വിച്ച് ഈച്ച് ഓഫ് ദം ബിലോങ്. ഓരോ എണ്ണത്തിന്റെ ഫൈലത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബലാനോഗ്ലോസസ് എന്ന് പറഞ്ഞാൽ ബലാനോഗ്ലോസസ് ആണ്. അത് ഏത് ഫൈലത്തിൽ വരുന്നതാണ്? ഹെമികോഡാറ്റയിൽ വരുന്നതാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇനി നോക്കിയാൽ ബി ഏതാണ്? നീരിസ് ആണ്. നീരിസ് അനലിഡയിൽ വരുന്നതാണ്. ഇനി സി എന്താണ്? ഫാസിയോള. ഫാസിയോള എന്തിൽ വരും?
പ്ലാറ്റി ഹെൽമിന്തസിൽ വരും. അപ്പൊ നമുക്ക് ഇനി അടുത്ത പഠിക്കേണ്ട ഫൈലം ഏതാണ്? അനലിഡേ. ഹെമികോളേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അനലിഡയും പ്ലാറ്റി ഹെൽമിന്തസും പഠിക്കണം. നോക്കിയേ, ആദ്യം നമുക്ക് അനലിഡ പഠിക്കാം. അനലിഡയുടെ പ്രത്യേകത എന്താണ്? അവര് അക്വാട്ടിക് എന്ന് പറയുമ്പോ മെറൈൻ ഉണ്ട്, ഫ്രഷ് വാട്ടറിലും ഉണ്ട്. രണ്ട് രീതിയിലും കാണപ്പെടുന്നുണ്ട്. മെറൈനിലും ഫ്രഷ് വാട്ടറിലും കാണുന്ന ആളുകളുണ്ട്. പിന്നെ ചിലവർ എന്തായിരിക്കും? ടെറസ്ട്രിയൽ ആയിരിക്കും, ചിലവർ ഫ്രീ ലിവിംഗ് ആയിരിക്കും, ചിലവർ എന്തായാലും പാരസൈറ്റിക് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, ഓർഗൻ സിസ്റ്റം ലെവലാണ്. ഞാൻ പറഞ്ഞു ഓർഗൻ സിസ്റ്റം ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാൻ സുഖമല്ലേ. ബൈലാറ്ററൽ ഉണ്ടാവും, ട്രിപ്ലോപ്ലാസ്റ്റിക് ഉണ്ടാവും, സീലോമേറ്റ് അനിമൽസ് ആയിരിക്കും അവര്. അടുത്തത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അതേപോലെ മെറ്റാമെറിക്കലി, പോയി ശ്രദ്ധിച്ചു വെക്കുക, മെറ്റാമെറിക്കലി സെഗ്മെന്റഡ്, അതായത് ഇതിനെയാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. മെറ്റാമെറിക്കലി സെഗ്മെന്റഡ് ആണെങ്കിൽ ശരീരം ഇങ്ങനെ കട്ട പോലെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റാമെറിസം. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു മെറ്റ വെച്ചിട്ടാ: മെറ്റാജെനസിസ്, മെറ്റാമോർഫോസിസ്, മെറ്റാമെറിസം. മെറ്റാജെനസിസ് alternation of generation, മെറ്റാമോർഫോസിസ് formation of adult from larvae, മെറ്റാമെറിസം segmented body, segmentation, മെറ്റാമെറിക്കലി segmented body, segment body, കട്ട പോലെയുള്ള ബോഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റാമെറിസം. അത് അനലിഡയുടെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോ മെറ്റാമിയേഴ്സ് കാണപ്പെടുന്നു. ഈ ലാറ്റിൻ ഭാഷയിൽ അനലസ്, ലിറ്റിൽ റിങ്, അതായത് ഇങ്ങനെയാണ് അവരുടെ ശരീരം. ഇങ്ങനെ ലിറ്റിൽ റിങ് പോലെ, പകുതിയുള്ള റിങ് പോലെയാണ് എന്ത് കാണപ്പെടുന്നത്? അവരുടെ ശരീരം കാണപ്പെടുന്നത്. അപ്പൊ അനലസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വാക്ക്, അതിന്റെ അർത്ഥം ലിറ്റിൽ റിങ് എന്നാണ്. ഈ വാക്കിൽ നിന്നാണ് അനലിഡ എന്ന് പറയുന്ന പേര് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ അടുത്ത ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് പാരപോഡിയ, അതായത് നീരിസ്. നീരിസ് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു അനലിഡയാണ്. നീരിസ് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു അനലിഡയാണ്. അവരുടെ ലാറ്ററൽ അപ്പൻഡേജസ് നോക്കിയേ, ഇതാണ് നീരിസ്. നീരിസിന് കണ്ട ഈ സൈഡിൽ നോക്കിയ കാല് പോലെ കുറെ സാധനങ്ങൾ കണ്ടില്ലേ? കണ്ട, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാരപോഡിയ എന്ന് പറയുന്നത്. അതായത് വെള്ളത്തില് സ്വിമ്മിങ്ങിന് വേണ്ടി, ലോക്കോമോഷന് വേണ്ടി സഹായിക്കുന്ന ഭാഗമാണ് ഇത്. നീരിസിന്റെ ആണ് കേട്ടാ. നീരിസിന്റെ എടുത്തു ചോദിച്ചാൽ നമുക്ക് പറയാം അത് പാരപോഡിയ. കാരണം എല്ലാവർക്കും പാരപോഡിയ ആവണമെന്നില്ല. നീരിസ് വെള്ളത്തിൽ ജീവിക്കുന്നവർക്കാണ്, അവർക്കാണ് ലാറ്ററൽ അപ്പൻഡേജസ് ആയിട്ടുള്ള പാരപോഡിയ മെയിൻ ആയിട്ടുള്ളത്. അനലിഡയിൽ വരുന്നവരാണ് എർത്ത് വേം എന്ന് പറയുന്നത്. എർത്ത് വേമിന് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല. എർത്ത് വേം പക്ഷെ എങ്ങനെ ലോക്കോമോഷൻ സഹായിക്കും? എർത്ത് വേമിന് നീങ്ങണ്ടേ, അവര് മൂവ് ചെയ്യുന്നുണ്ട്. അതിന് സഹായിക്കുന്ന ഭാഗമാണ് ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് സർക്കുലാർ മസിൽസ്. ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് സർക്കുലാർ മസിൽ ആണ് ആരിൽ സഹായിക്കുന്നത്? എർത്ത് വേമിന്. അപ്പൊ നീരിസിലാണെങ്കിൽ പാരപോഡിയ. നീരിസ് എന്ന് പറയുമ്പോൾ അനലിഡയിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്. അതിൽ തന്നെ എർത്ത് വേമിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് ഏതാണ്? നമ്മുടെ ലോഞ്ചിറ്റ്യൂണലും സർക്കുലാർ മസിൽസും ആണ് അവിടെ സഹായിക്കുന്നത് ലോക്കോമോഷന്. പിന്നെ അടുത്തതാണ് നെഫ്രീഡിയ. ഓസ്മോ റെഗുലേഷന് സഹായിക്കുന്ന, എക്സ്ക്രീഷന് സഹായിക്കുന്ന ഭാഗത്തിന്റെ പേര് ചോദിച്ചാൽ ഏത് പറയണം? നെഫ്രീഡിയയാണ്. അതേപോലെ തന്നെ നീരിസ് എന്ന് പറഞ്ഞാൽ അത് അക്വാട്ടിക് ആണ്, അത് ഡയേഷ്യസ് ആണ്. ഡയേഷ്യസ് എന്ന് പറയുമ്പോൾ സെക്സ് സെപ്പറേറ്റ് ആണ്, ആണ് വേറെ പെണ്ണ് വേറെ. പക്ഷേ എർത്ത് വേംസിന് അങ്ങനെയല്ല. എർത്ത് വേം ലീച്ചസ് എന്താണ്? മൊണേഷ്യസ് ആണ്. രണ്ടും ഒരാളിൽ തന്നെ ഉണ്ടാവും, 2 ഓർഗൻസും. പിന്നെ ഇവിടെ റിപ്രൊഡക്ഷൻ സെക്ഷുവൽ ആണ്. എക്സാമ്പിൾസ് ചോദിച്ചാൽ നീരിസ്, ഫെറിട്ടിമ. ഫെറിട്ടിമയാണ് എർത്ത് വേം എന്ന് പറയുന്നത് കേട്ടാ. ഹെറുഡിനേറിയ, ബ്ലഡ് സക്കിംഗ് ലീച്ച്, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. ഇമ്പോർട്ടന്റ് ആണ്. അനലിഡ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, പഠിച്ചു വെക്കുക. ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പഠിച്ചാൽ മതി, ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ നിങ്ങൾ. ഞാൻ അടുത്ത നോക്കിയേ, അടുത്ത നമ്മൾ പഠിക്കേണ്ടത് പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. കാരണം പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ അവിടെ നോക്കിയില്ലേ? ഏതാണ്? ലിവർ ഫ്ലൂക്ക് നോക്കി. അപ്പൊ നമുക്ക് പ്ലാറ്റി ഹെൽമിന്തസ് ഫൈലം പഠിക്കാം. നോക്കിയേ, പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാറ്റി ഫ്ലാറ്റ്, ആ പേര് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പ്ലാറ്റി ഫ്ലാറ്റ്. പ്ലാറ്റി ഹെൽമിന്തസിന് അറിയപ്പെടുന്ന വേറെ പേരാണ് എന്ത്? ഫ്ലാറ്റ് വേംസ്. ആഷെൽമിന്തസിന് എന്തായിരുന്നു? റൗണ്ട് വേംസ് എന്നായിരുന്നു അല്ലെ. പ്ലാറ്റി ഫ്ലാറ്റ്, ഫ്ലാറ്റ് വേംസ് എന്നാണ് അറിയപ്പെടുന്നത്. അടിച്ചു പറ്റിയ പോലെ ഇരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ. ശരി, അടുത്ത് നോക്കിയേ, ഇവര് മോസ്റ്റ്ലി എൻഡോ പാരസൈറ്റ് ആണ്. എൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളില്, ഒരു ജീവിയുടെ ശരീരത്തിനുള്ളിൽ പാരസൈറ്റ് ആയിട്ട് ജീവിക്കണമെങ്കിലാണ് എൻഡോ. പുറത്താണെങ്കിൽ എക്ടോ ആണ്. നമ്മളെ സൈക്ലോസ്റ്റോമാറ്റ എന്താ പറഞ്ഞത്? എക്ടോ പാരസൈറ്റ് എന്നാണ് പറഞ്ഞത്. ഇവരെന്താണ്? എൻഡോ പാരസൈറ്റുകളാണ്. ഇത് നോക്കിയേ, ഫ്ലാറ്റ് വേംസ് ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അസീലോമേറ്റ് അനിമൽസ് ആണ്. ഇത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ലല്ലോ അല്ലെ, ഇത്ര പറഞ്ഞു തന്നെയല്ലേ ഓരോന്നിന്റെയും. ഓർഗൻ ലെവലാണ് അവർക്ക് ഓർഗനൈസേഷൻ വരുന്നത്. ഇനി ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഉണ്ട്. കാരണം ഇവർ പാരസൈറ്റ് അല്ലേ. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള ജീവിതസാധനങ്ങൾ വലിച്ചെടുത്ത് ജീവിക്കുന്നവരാണ് അല്ലേ. അപ്പൊ അവർക്ക് അറ്റാച്ച് ചെയ്ത് പിടിക്കാനായിട്ട് ഹുക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ വലിച്ചെടുക്കാൻ, അബ്സോർബ് ചെയ്യാനായിട്ട് എന്തുണ്ടാവും? സക്കേഴ്സ് ഉണ്ടാവും. ഓക്കെ. പിന്നെ സ്പെഷ്യലൈസ്ഡ് സെൽസ് നോക്കി വെച്ചോ.
ഫ്ലെയിം സെൽസ് ഉള്ള ഫൈലത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതണം പ്ലാറ്റിഹെൽമിന്തസ് ആണ് കേട്ടാ. സോറി പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ഫ്ലെയിം സെൽസിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്ത് പറയണം? ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും ആണ് എന്തിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്? ഫ്ലെയിം സെൽസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് പറയണം, ഓസ്മോ റെഗുലേഷനും അതേപോലെ എക്സ്ക്രീഷനും സഹായിക്കുന്നു. ഇവിടെ സെക്സസ് സെപ്പറേറ്റ് അല്ല, ശ്രദ്ധിക്കാതെ, സെക്സസ് സെപ്പറേറ്റ് അല്ല. ഫെർട്ടിലൈസേഷൻ ഉള്ളിൽ വെച്ചിട്ടാണ്, ഇന്റേണൽ വെച്ചിട്ട് തന്നെയാണ്. ഡെവലപ്മെന്റ് എന്താണ്? ഇൻഡയറക്റ്റ് ആണ്, അവിടെ ലാർവി ഉണ്ടാവും. ഇനി ഇവരെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പ്ലനേറിയക്കാര്. അതായത് പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്ന ഒരു ജീവിയാണ് എന്ത്? പ്ലനേറിയ എന്ന് പറയുന്നത്. ഈ പ്ലനേറിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ആണ്. അതായത് ഇവര് രണ്ടായിട്ട് മുറിച്ചാലും അവരെന്ത് ചെയ്യില്ല, അവര് ആ മുറിച്ച കഷ്ണത്തിൽ നിന്റെയും ബാക്കിയുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ട് പുതിയൊരു ജീവിയായിട്ട് മാറും. അതാണ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടാ. അത് പ്ലനേറിയക്കാർ മാത്രമേ കാണിക്കുന്നുള്ളൂ, എല്ലാവരും അല്ല കേട്ടാ. പ്ലാറ്റിഹെൽമിന്തസില് പ്ലനേറിയ മാത്രം കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് എന്ത്? ഹൈ റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയ മക്കളെ, ഒന്ന് ടേനിയ എന്ന് പറഞ്ഞാൽ ടേപ്പ് വേം ആണ്. അതുപോലെ ഫാസിയോള എന്ന് പറഞ്ഞാൽ ലിവർ ഫ്ലൂക്ക് ആണ്. നോക്കിയേ, നമ്മുടെ പ്ലനേറിയയുടെ റീജനറേഷൻ കപ്പാസിറ്റി ആണ് ഈ കാണിക്കുന്നത്. നോക്കൂ, കണ്ട, 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3ആയിട്ട് ഇവിടെ തലയാണെന്നുണ്ടെങ്കിൽ ബാക്കിയോടെ ഉണ്ടാക്കിയെടുത്തവര് അല്ലെ, നടുക്കാണെന്നുണ്ടെങ്കിൽ തലയും വാലും ഉണ്ടാക്കിയെടുത്തു. അതേപോലെ വാല് മാത്രമാണെന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാക്കിയെടുത്തവർ എന്ത് ചെയ്ത്? കണ്ട, 3 പ്ലനേറിയ പുതിയ പ്ലനേറിയ ആയിട്ട് മാറും. ഇതാണ് റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ബാക്കി നോക്കിയതേ എക്സാമ്പിൾസ് നോക്കിയേ. ടേനിയ, സോളിയം, ഇതാണ് നമ്മുടെ ടേപ്പ്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ പിക്ചർ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചർ ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടാ. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ ഈ 10 ചോദ്യമാണ് പഠിച്ചിട്ടുള്ളത്. 10 ചോദ്യം ആൻസർ മാത്രമല്ല നമ്മൾ പഠിച്ചത്, ആ ടോപ്പിക്കുകളും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ വേണം പഠിക്കാനായിട്ട്. വെറുതെ ചോദ്യവും ഉത്തരവും മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആ ടോപ്പിക് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ടോപ്പിക്കും കൂടെ എന്ത് ചെയ്യണം? പഠിച്ച് കറക്റ്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, നമ്മള് ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം? ഈ ആനിമൽ കിങ്ഡം തന്നെ, ആനിമൽ കിങ്ഡം കൂടുതൽ വെയിറ്റേജ് ഉള്ളത് കൊണ്ടാണ് ടീച്ചർ എന്ത് ചെയ്തിട്ടുള്ള ആനിമൽ കിങ്ഡം 2 വീഡിയോ ആയിട്ട് വിടുന്നത് കേട്ടോ. അതായത് 10 ചോദ്യവും അടുത്ത ക്ലാസ്സിൽ ഒരു 10 ചോദ്യം തന്നെ. ഓക്കെ, അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക നന്നായിട്ട്. ഈ ഒരു റിവിഷൻ, ഈ ക്യാപ്സ്യൂൾ സീരീസ് നിങ്ങളെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ഇമ്പോർട്ടന്റ് ചോദ്യവും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അത് കവർ ചെയ്ത് പഠിച്ച് ഫുള്ള് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. നല്ല എക്സാമിന്, ആനുവൽ എക്സാമിന് നല്ല മാർക്ക് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. എന്തായാലും നിങ്ങൾ യാതൊരു വിധത്തിലും നിങ്ങൾ തളരേണ്ട കാര്യമില്ല കേട്ടാ. ഞങ്ങൾ കൂടിയുണ്ട് നിങ്ങളുടെ. അപ്പൊ ക്യാപ്സ്യൂൾ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് നല്ല സെറ്റ് ആയിട്ട് നമുക്ക് എക്സാം നല്ല തകർപ്പനായിട്ട് എഴുതണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കറക്റ്റ് ആയിട്ട് വീഡിയോ കണ്ട് കറക്റ്റ് ആയിട്ട് ക്ലാസ് ഒക്കെ കാണാൻ പഠിക്കുക. അതുപോലെ എക്സാംസ് ഉണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിന് വരുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും എക്സാമിന് ഉണ്ടാവുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.